കൊള്ളാം. നോട്ടത്തിൽ നല്ല ഐശ്വര്യമുണ്ട്. ഈ വള്ളിക്കെട്ട് ഇതുവരെ തീർന്നില്ലേ? ഹലോ, ആ പയ്യനെ കിട്ടിയിട്ടുണ്ട്. ആ പയ്യനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തോന്നിയാസം കാരണമാണ് ആ പയ്യൻ പോയത് തന്നെ. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കൊച്ചിന് ചെറുക്കനെ കിട്ടാൻ പാടാ. അതാ കൊച്ചിൻ്റെ കയ്യിലിരിപ്പ്. എവിടെ നിന്നാണ്ടൊക്കെ ഒരു തങ്കം പോലത്തെ ചെറുക്കനെ ഒപ്പിച്ചുകൊണ്ട് വന്ന അവനൊരു ഇൻട്രോവേർട്ടാ. അവനെ കൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ സമയത്ത് കുതിരയടിക്കുന്നതും ഇപ്പോഴത്തെ കോമാളിത്തരൊക്കെ കാണിക്കുന്നത്. ചെറുക്കനത് ഇഷ്ടപ്പെടുമോ? ചെറുക്കൻ താങ്ങുമോ? അവനങ്ങ് വാരണാസിയിലോ മറ്റോ ഉണ്ട്. ആളെ ഞാൻ കൊണ്ടുവരാം. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. എനിക്കിവിടെ 150 കൂട്ടം പരിപാടികളൊക്കെ ഉള്ളതാണ്. ശരി ശരി. ഇതൊക്കെ എന്താ വണ്ടി ഉരുളുന്നില്ലല്ലോ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോ എപ്പോഴും നിന്റെ വണ്ടിക്കുള്ളതാ. എന്നാ പിന്നെ മേടിച്ചോണ്ട് പോവാ. മെഴ്സിഡീസ്. മെഴ്സിഡീസ് ഇപ്പൊ ഉള്ളത് വെച്ച് ഓടിക്കുന്നേ. ഇനി ഇത് വെള്ളമില്ലാത്തതായിരിക്കുമോ? അപ്പൊ വെള്ളമില്ലെങ്കിൽ റേഡിയേറ്ററിലതാണെങ്കിൽ അതിൽ കാണിക്കത്തില്ല. നീ ഒന്ന് നോക്കിയില്ലേ? നോക്കിയിട്ട് കാര്യമല്ല, ഭയങ്കര ചൂടാ. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയോ? ഇവിടെ അടുത്തെങ്ങാണ്ടാണ് അവൻ പറഞ്ഞത്. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശ്യാമിനെ. ശ്യാമേ, എടാ ഞങ്ങളിവിടെ ഒരു 3 വഴി ചേർന്ന് ജംഗ്ഷനിൽ വന്നെത്തി. ഒരു വലിയ മരവും അവിടെ ഒരു രാജാവ് ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ റൈറ്റിലേക്ക്. എടാ ഞങ്ങൾ വന്നത് ഈ മരത്തിനോട് ചേർന്നുള്ള വഴി ഇറങ്ങി വന്ന് അവിടുന്ന് റൈറ്റിൽ തന്നെ ഫസ്റ്റ് വീടോ കൂടൊക്കെ ഇട്ടെ ഷീറ്റും മുകളിൽ. അത് തന്നെ. കറക്റ്റ് സ്ഥലത്താ വണ്ടി കേടായ. അല്ല വണ്ടി കേടായില്ല ഇവിടെ, മറ്റേ നിർത്തി നോക്കിയപ്പോൾ കറക്റ്റ് സ്ഥലം. അത് തന്നെ. ഓക്കെ ഓക്കേടാ. അതെ, ഇതാ വീടൊക്കെ ശരി. ഇപ്പൊ വണ്ടി എന്തോ റോഡിലിട്ട് പോകാനോ? വണ്ടി ഒന്നുകൂടെ കയറി സ്റ്റാർട്ടാക്കി നോക്കട്ടെ. നിന്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് അല്ലേ, നീ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കും. ഇതെന്ത് രസം വന്നാലും ഈ സ്ഥലം അല്ലേ? സ്ഥലമൊക്കെ കൊള്ളാടാ. പക്ഷെ ഇത് ടൗണിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലേ, കുറെ മാറിയില്ലേ? നമ്മൾ പറയത്തില്ലേ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അവിടെ മുന്തിരിവള്ളികൾ തിളക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കൈ പിടിച്ച് നടക്കാം. നല്ല രസമല്ലേ ഈ ഗ്രാമം? എവിടെ മുന്തിരിവള്ളി? ഇവിടെ അത് നമുക്ക് നട്ടാ പോരെ? എടാ ഇത്രയും നല്ല ശാന്തസുന്ദരമായ എന്താ ഈ മരമൊക്കെ നോക്കൂലോ. അവതാറിൽ കണ്ട മരം അത്. അവതാറിലോ? നീ ഇപ്പൊ വണ്ടി ഇവിടെ റോട്ടിലിട്ട് പോകാൻ പറ്റുമോ? വണ്ടി നമുക്കൊന്ന് നോക്കാം. വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ സ്റ്റാർട്ട് ആവും. എന്റെ കുട്ടി എന്നെ ചതിക്കാറില്ല. കാറിനോടുള്ള നിന്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് ഇമോഷൻ. വാ, അതിൽ തന്നെ പോണല്ലോ. എന്നിട്ട് വേണ്ട, അത് ഞാൻ നടന്നു പോവാ. അവന്റെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓണായില്ലെങ്കിൽ സ്റ്റാർട്ടായില്ലെങ്കിൽ പറഞ്ഞുതരാം. മീറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേട്ടായി കണ്ടോ? ലക്ഷണമൊക്കെ കൊള്ളാം. നിന്റെ ചക്കട വണ്ടി മാത്രം പ്രശ്നമുള്ളൂ. ശാന്തി മുഹൂർത്തം നേരത്തൊക്കെ നോക്കി വരണ്ടേ? ശാന്തി മുഹൂർത്തോ? അല്ല, നിങ്ങൾ എന്ത് വൈകിയത്? അത് ഇവിടെ ആമ്പല് പൂത്തിക്കുന്നുണ്ടല്ലേ വയലില്. പിന്നെ ആമ്പൽ ചുമ്മാ ഏട്ടാ അവന്റെ വണ്ടി വഴി കിടന്നേ. അല്ല ചുമ്മാ ഇത് വഴിയൊന്നും കിടന്നൊന്നുമില്ല കേട്ടോ. അല്ല, ഇപ്പൊ കംപ്ലൈന്റ് മാറ്റിയായിരുന്നോ? അത് ഇവന്റെ വണ്ടി സ്ഥിരമുള്ള ചക്കട വണ്ടി. അല്ല, ഇല്ലെങ്കിൽ നമ്മുടെ ആളുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. എന്നെ വിളിച്ചാൽ നമ്മുടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഉണ്ടല്ലേ? സത്യശീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. നമ്മുടെ പേര് സത്യശീലനല്ലേ? ഞാനല്ലേ ബ്രോക്കർ. ബ്രോക്കർ, നല്ല പേര്. കൊള്ളാം. അയൽപക്കമൊക്കെ നല്ല ആൾക്കാരാ. ഈ ഏരിയയിൽ ആരും ഇല്ലാത്തത് നന്നായി കേട്ടോ. എന്തായാലും 2 സൈഡും കാടായതുകൊണ്ട് ഇവിടെ ഒരു ബഹളം നടന്ന അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും കേൾക്കത്തില്ല. എപ്പോഴും വഴക്കാതെ ഇവിടെ. അതാ ഇത് കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ. തമാശക്ക് പിള്ളേരൊന്നും അല്ല, അതിനുവേണ്ട സമയമുണ്ടല്ലോ. അപ്പൊ നിങ്ങക്ക് വീടിന്റെ ഫ്രണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു? ഫ്രണ്ടും കൊള്ളാം.
കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു. ആ കൊള്ളാം. അല്ല പുറത്ത് നല്ല ആംബിയൻസ്. ഇവിടെ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് പുറം വിശാലമായിരിക്കും. അല്ല പുറത്തുനിന്ന് അകത്തോട്ട് നോക്കുമ്പോ വലിയ വിശാലത ഇല്ലെങ്കിലും ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ല വിശാലത ഫീൽ ചെയ്യും. സത്യം കേട്ടോ. ആ അതെ നല്ല മിറ്റല്ലേ, അതെ അതെ. അതാ പുള്ളി ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസക്കുറവുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമുള്ള ഒരു ഏരിയയാണ്. പിന്നെ നിങ്ങളായിട്ട് ഒരു അഭിപ്രായക്കേട് ഉണ്ടാക്കാതിരുന്നാൽ മതി. ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അല്ല നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ശ്രമിക്കാം ചേട്ടാ. നമ്മളിപ്പോ കാഴ്ചയിൽ കാണുന്ന പോലെ അല്ലല്ലോ അതാ ശരിയാ, നാട്ടുമ്പുറമൊക്കെ ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഇപ്പൊ ഞങ്ങൾ രണ്ടേ ഉള്ളൂ. പക്ഷെ താമസിക്കുന്ന അല്ല അമ്മ അനിയത്തിയൊക്കെ വരും, അച്ഛനൊക്കെ വരും. പക്ഷെ താമസം ഞങ്ങൾ രണ്ടേ ഉള്ളൂ. ഇവിടെ ഒരുപാട് മുറികളുണ്ട്. 3 കിടപ്പുമുറിയുണ്ട്. ഒരെണ്ണം മതി. പിന്നെ ഒരു അടുക്കള മുറിയുണ്ട്, കുളിമുറി 3 ഉണ്ട്, പിന്നെ നടുമുറിയുണ്ട്, പൂജാമുറിയുണ്ട്. അങ്ങനെ ഒരുപാട് മുറിയൊക്കെ ഉണ്ട്. പിന്നെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. വാടക ഒരുപാടാവോ? ഒരു ഭംഗിയുണ്ട്. മേളിലൊരു കിളിവാതിലുണ്ട്. അല്ല ചുമ്മാ ആരെങ്കിലും കിളികളൊക്കെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ പണ്ട് കണ്ടിട്ടില്ല, തുറന്നെത്തി നോക്കുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇങ്ങോട്ട് വണ്ടിയോ എന്തെങ്കിലും സാധനങ്ങളായിട്ടോ എന്താണെങ്കിലും വിളിച്ചാൽ മതി. കാരണം ഞാൻ ഇവിടുത്തെ ബ്രോക്കർ മാത്രമല്ല, അത്യാവശ്യം ഒരു ഓൾ ഇൻ ഓൾ ആണ്. മനസ്സിലായി ചേട്ടാ. അധികം പറയണ്ട വീഡിയോ. എന്നിട്ട് നമുക്കൊന്ന് വീട് വീട് അതിനല്ലേ നമ്മൾ അതെ. ഈ റൂമേ പേഴ്സണൽ റൂമാണ്. അപ്പൊ ഇത് മാത്രം തുറക്കരുത്. ഓക്കെ. ബാക്കി വീടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം. ട്രഡീഷണൽ മോഡേൺ സെറ്റപ്പ് കൂടി ആൾക്കാർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടണം. ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു മനസ്സമാധാനമായിട്ടും പീസ്ഫുൾ ആയിട്ടൊക്കെ. ആംബിയൻസ് ഒക്കെ കൊള്ളാം. എനിക്കെല്ലാം ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ അയൽവക്കക്കാരൊക്കെ കുഴപ്പമില്ലാത്ത ആൾക്കാരാ. ആണോ? അപ്പൊ പേരെങ്ങനെയായിരുന്നു പറഞ്ഞു? തന്യ. ധന്യ ചേട്ടാ തന്യ. തന്യ. ആ തന്യ. തറയുടെ അപ്പൊ അമേരിക്കയിൽ എവിടെയായിരുന്നു? അമേരിക്കയിൽ എല്ലാ സ്ഥലം ചേട്ടൻ അറിയോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വാഷിങ്ടൺ DC. നാട്ടിലെവിടെ? നാട്ടില് എന്റെ സ്ഥലം ശരിക്കും കോട്ടയമാണ്. പക്ഷെ പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടേക്ക് കൂടുതൽ പരിചയം. അതല്ല, കോട്ടയത്തോട്ടൊക്കെ ഞാൻ ഒരുപാട് പെൺപിള്ളേരെ കെട്ടിച്ചയച്ചിട്ടുണ്ട്. ഓ, ചേട്ടന് മൊത്തത്തിൽ ഈ ബ്രോക്കർഷിപ്പ് അങ്ങോട്ട് ഏറ്റെടുത്തേക്കാണ്. ഇങ്ങനെ നമ്മുടെ ഫാദറായിട്ട് തുടങ്ങി വെച്ചതാ. ഞാനായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. എന്റെ കുടുംബത്തിൽ അല്ല, നല്ല നല്ല ബ്രോക്കറാന്ന് പറയായിരുന്നു. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ല, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നല്ലേ? അത് അറേഞ്ച് മാരേജ് ആണോ? അല്ല, ലവ് മാരേജ് ആണോ? നമ്മള് ലവ് മാരേജാ. ഞാൻ എന്തെങ്കിലും ഒരുമിച്ച് ബാംഗ്ലൂർ വർക്ക് ചെയ്യപ്പോ കണ്ടു, പരിചയപ്പെട്ടു. ഞങ്ങൾക്ക് ഈ ലവ് മാരേജുകാരെ കൊണ്ട് വലിയ തൊല്ലയാണ്. കാരണം ഈ പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരു 100 പെണ്ണുങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ 70 പെണ്ണുങ്ങൾ ഇപ്പൊ ലവ് മാരേജ്. പിന്നൊക്കെ കുറേയൊക്കെ ഭാഗ്യത്തിന് ഉടക്കുണ്ടാവുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയാ? ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല, കുഴപ്പമുണ്ടാവാൻ വേണ്ടി പറഞ്ഞല്ല. കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ കുഴപ്പമില്ല. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും കെട്ടിച്ചു വിടാനുണ്ടോ? ഇല്ല. പെൺപിള്ളേരൊന്നും ഇല്ല. അല്ല, വീട്ടിൽ അപ്പനും അമ്മയൊക്കെ സ്നേഹമായിട്ടൊക്കെ തന്നെ അല്ലേ? അല്ലേ? അച്ഛനമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, കുഴപ്പമെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചേട്ടന്ന് പോയേ. ഒരു തൽപരേക്ഷയല്ല.